ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ നമ്മുടെ സുഖവിവരം അന്വേഷിച്ച് നമുക്കൊപ്പം വരുന്ന ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടുകാർ, അതേപോലെ തന്നെ ബന്ധുജനങ്ങൾ എല്ലാവരും നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ സുഖമല്ലേ, ആ അങ്ങനെ പോണൂടാ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ജോലിയൊക്കെ, ആ കൊള്ളാം, മക്കളൊക്കെ, ആ അവരൊക്കെ അങ്ങനെ, എല്ലാം ഒരു നെഗറ്റീവ് ആൻസർ ആയിരിക്കും നമ്മൾ കൊടുക്കുക. നമ്മൾ തൃപ്തരല്ല, ഒന്നിലും തൃപ്തരല്ല. അതിന് പകരമായിട്ട് അവർ ചോദിക്കുമ്പോൾ സുഖമല്ലേ, ആ സുഖമായി പോണു, പിന്നെ വീട്ടിലെല്ലാവരും സുഖമായി പോണു, ഒരു പ്രശ്നവുമില്ല, മക്കളൊക്കെ നന്നായി പഠിക്കുന്നുണ്ട്, ജോലിയൊക്കെ അതൊക്കെ നന്നായിട്ട്, കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞത് നല്ല നുണയായിരിക്കാം, പക്ഷേ നമ്മളെ തന്നെ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചാൽ രണ്ട് കാര്യങ്ങൾ ഗുണം കിട്ടും. ഒന്ന്, നമ്മൾ കുറേ പോസിറ്റീവാകും. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ അടുത്ത് നിരന്തരം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരിൽ നിന്ന് ഒരു ഒഴിഞ്ഞുമാറൽ എന്തിനാണെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ സുഖമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായി മറ്റുള്ള ചോദ്യങ്ങൾ വരും. ജോലി ശരിയല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മളിതിനെക്കുറിച്ചൊക്കെ വീണ്ടും അയവിറക്കി നമ്മൾ വീണ്ടും നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് താഴത്തേക്ക് കൊണ്ടുവരും. അതിന് പകരം ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി പറയുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും, നമുക്ക് ഇത്തരത്തിൽ വരുന്ന ചോദ്യങ്ങൾ കുറേ കഴിയുമ്പോൾ കുറയും. നമ്മൾ പലരോടും ഈ ആൻസർ പറയുമ്പോൾ അവർക്ക് നമ്മളോട് കാര്യമായിട്ടൊന്നും ചോദിക്കാനുണ്ടാവില്ല. വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ, വളരെ കുറഞ്ഞ ഉത്തരങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി കാണിക്കുന്നത് ഒരു രീതിയിൽ ഒഴിവായി കിട്ടും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ ജീവിതത്തിൽ അത് ഗുണകരമായിരിക്കാം.